Alhamdulillahi Rabbil Alameen. Nahmaduhu wa nasta'inuhu wa nastaghfiruh. Wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. Wa ashhadu an la ilaha illallah wahdahu la sharika lahu. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. هل أتى على الإنسان حين من الدهر لم يكن شيئا مذكورا إنا خلقنا الإنسان من نطفة أمشاج نبتليه فجعلناه سميعا بصيرا. സ്നേഹധരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവും പരിപാലകനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ രഹസ്യ പരസ്യ സന്ദർഭങ്ങളിലെല്ലാം സൂക്ഷിക്കണേ, ശ്രദ്ധിക്കണേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ ലോകത്ത് ജനിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ. ലോകത്തുള്ള മനുഷ്യരെ മാത്രം നമ്മളൊന്ന് പരിശോധിച്ചാൽ 800 കോടിയിലധികം മനുഷ്യരുണ്ടെന്നാണ് കണക്കുകൾ നമ്മളോട് പറയുന്നത്. ആ മനുഷ്യന്റെ ശരീരത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ, ഒരു പരിശോധനയ്ക്ക് വേണ്ടി ഒന്ന് നോക്കുമ്പോൾ എല്ലാവരും വ്യത്യസ്തരാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. മുഖങ്ങൾ വ്യത്യസ്തമാണ്, ശരീരത്തിന്റെ ആകൃതിയും പ്രകൃതിയുമെല്ലാം വ്യത്യസ്തമാണ്. ഒരു രക്ഷിതാവിന്, ഒരു ഉപ്പയിലും ഉമ്മയിലുമായി ജനിക്കുന്ന കുഞ്ഞുങ്ങൾ പോലും വ്യത്യസ്തരാണ്. ഇരട്ടക്കുട്ടികളായി ജനിക്കുന്നവരിൽ പോലും പല കാര്യങ്ങളും വ്യത്യസ്തമായിരിക്കുന്നു എന്ന് നമുക്കറിയാം. നമ്മളെ ഒരാൾ ഫോൺ വിളിച്ചാൽ ആളുടെ പേര് പറഞ്ഞില്ലെങ്കിൽ പോലും ചിലപ്പോൾ അവരുടെ ശബ്ദം കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? വ്യത്യസ്തതയുള്ളത് കൊണ്ടാണ്. ചില ആളുകളിൽ ചില പ്രത്യേകതകൾ മാറി നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വാഭാവികമായിട്ടും മനുഷ്യനെന്ന് പറയുന്ന ഒരൊറ്റ സൃഷ്ടിപ്പിൽ പോലും നമുക്ക് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലാത്ത അനേകായിരം അത്ഭുതങ്ങൾ ഇനിയുമുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള ഒരു സൃഷ്ടിപ്പിനെ മാത്രം നോക്കി തന്നെ വിശ്വാസിക്ക് പറയാൻ കഴിയും, റബ്ബന മാ ഖലഖ്ത ഹാദാ ബാതില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. പടച്ചോനെ, ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതേ അല്ല, ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതേ അല്ല, ഈ ലോകത്തുള്ള ഒന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല എന്ന് ഒരു വിശ്വാസിക്ക് പറയാൻ കഴിയുമെന്നുള്ളതാണ്. എന്നിട്ട് അവന്റെ പ്രാർത്ഥനയാണ്, അല്ലാഹുവേ നരകത്തിൽ നിന്ന് തന്നെ കാത്തു രക്ഷിക്കണേ എന്നുള്ളത്. മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടുന്ന ഒരു കാര്യം, എല്ലാം സൃഷ്ടിക്കാൻ കഴിയുന്ന നാഥനെ സംബന്ധിച്ചിടത്തോളം ഈ സൃഷ്ടികൾ ചെയ്യുന്ന എന്തെങ്കിലും ഒന്ന് കാണാതിരിക്കുമോ, അറിയാതിരിക്കുമോ? അതൊരിക്കലും ഉണ്ടാവുകയില്ല.
മനുഷ്യരെ ഒരു പക്ഷേ പറ്റിക്കാൻ കഴിഞ്ഞെന്ന് വന്നേക്കാം, ആളുകളെ കബളിപ്പിക്കാനും ചില കാര്യങ്ങളൊക്കെ ഒളിപ്പിച്ചു വെക്കാനും ഒക്കെ കഴിഞ്ഞേക്കാം. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങൾക്ക് ജനങ്ങളിൽ നിന്നൊരു പക്ഷെ മറച്ചു വെക്കാൻ സാധിക്കും, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്കൊന്നും മറച്ചു വെക്കാൻ കഴിയില്ല എന്നാണ്. യസ്തഖ്ഫൂന മിനന്നാസി വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്. ജനങ്ങളെ നിങ്ങൾക്ക് പറ്റിക്കാം, മറച്ചു വെക്കാം, ഒളിപ്പിച്ചു വെക്കാം, പക്ഷെ അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്കൊന്നും ഒളിപ്പിച്ചു വെക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകന് നൽകുന്ന ഒരു ബോധമുണ്ട്. വിശുദ്ധ ഖുർആൻ അത് പറയുന്നുണ്ട്. യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർള് യഅതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. യാ ബുനയ്യ, പൊന്നു മോനെ, ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ, അത്രമേൽ നിസാരമായ ഒരു അണുമണി തൂക്കം വലുപ്പമുള്ള എന്തെങ്കിലും ഒന്ന് നീ മറച്ചു വെച്ചാൽ, ആകാശഭൂമികളിൽ എവിടെയെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും പാറകൾക്കടിയിൽ അതിനെ ഒളിപ്പിച്ചു വെച്ചാലും മറച്ചു വെച്ചാലും, അള്ളാഹു അതിനെ കൊണ്ടുവരാൻ കഴിവുള്ളവനാണ്. അള്ളാഹുവിനത് കൊണ്ടുവരാൻ കഴിയുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലതീഫാണ്, ഖബീറാണ്, സൂക്ഷ്മമായി അറിയുന്നവനാണ് അല്ലാഹു എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെയാണ് അല്ലാഹു ഇത് ഓർമ്മപ്പെടുത്തുന്നത്. ലുഖ്മാൻ അലൈഹിസ്സലാം എത്ര ചെറുപ്പത്തിലാണ് തന്റെ പ്രിയപ്പെട്ട കുഞ്ഞിനോട് ഇങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കുന്നത്. ചെറിയ പ്രായത്തിലെ അള്ളാഹുവിനെ കുറിച്ചുള്ള യഥാർത്ഥമായ സന്ദേശം നൽകുന്നുണ്ട്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിലേക്ക് നോക്കാൻ, സ്വന്തത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി ആലോചിക്കാൻ പറയുന്നുണ്ട്. വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ. നിങ്ങൾ നിങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കൂ, സ്വന്തത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി നിങ്ങൾ നിങ്ങളെ ഒന്ന് പരിശോധിക്കൂ. അള്ളാഹു നമ്മളോട് പറയുന്നുണ്ട് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ തിരിച്ചറിയാൻ. മാത്രമല്ല, ഫൽയൻളുറിൽ ഇൻസാനു മിമ്മ ഖുലിക മിമ്മാഇൻ ദാഫിഖ്. തെറിച്ചു വീഴുന്ന ഒരു ഇന്ദ്രിയ തുള്ളിയിൽ നിന്നല്ലേ മനുഷ്യ പടച്ചവൻ നിന്നെ സൃഷ്ടിച്ചത് എന്ന് അള്ളാഹു നമ്മളോട് ചോദിക്കണം. ജനിച്ചു വീഴുമ്പോൾ കരയാൻ മാത്രം അറിയുന്ന ഒരാട്ടിൻകുട്ടി പ്രസവിച്ചാൽ ഒരാട്ടിൻകുട്ടി അതിനറിയാം അതിന്റെ മാതാവിന്റെ അകിടെവിടെയാണ്, തനിക്ക് എവിടെ നിന്ന് പാല് കിട്ടുമെന്ന്. എന്നാൽ മനുഷ്യൻ എന്ന് പറയുന്ന ഈ സൃഷ്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് എത്ര കാലം കഴിയണം, മാസങ്ങൾ കഴിയണം അവനൊന്ന് എഴുന്നേറ്റ് നടക്കാൻ. ആലോചിച്ചു നോക്കൂ. അങ്ങനെ ഒന്നുമില്ലാത്ത രൂപത്തിൽ അള്ളാഹു സൃഷ്ടിച്ചതാണ് നമ്മെ. ഹൽ അതാ അലൽ ഇൻസാനി ഹൈനും മിനദ്ദഹരി ലം യകുൻ ശൈഅൻ മദ്കൂറാ. അള്ളാഹുവിന്റെ ചോദ്യമാണ്, നിനക്ക് നീ എന്ന് പറയാനില്ലാത്ത ഒരു കാലം കഴിഞ്ഞു പോയിട്ടില്ലേ എന്ന്. 100 വർഷം മുമ്പ് ഞാൻ എവിടെ, നിങ്ങൾ ഓരോരുത്തരും എവിടെ എന്ന് ആലോചിച്ചാൽ ഉത്തരമുണ്ടോ സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ? ഉത്തരമുണ്ടോ? ഒന്നുമില്ലാതിരുന്ന ഒരു കാലം നിങ്ങൾക്ക് കഴിഞ്ഞു പോയിട്ടില്ലേ? ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറാ. എന്നിട്ട് നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഇന്ദ്രിയ തുള്ളിയിൽ നിന്ന് സൃഷ്ടിച്ച് കേൾക്കാൻ കഴിയുന്ന, കാണാൻ കഴിയുന്ന ഒരു പുതിയ സൃഷ്ടിയായി രൂപപ്പെടുത്തിയില്ലേ എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അങ്ങനെയെങ്കിൽ എന്തിനാണ് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത്? പടച്ചോൻ എന്തിനായിരിക്കും നമ്മളെ സൃഷ്ടിച്ചത്? വെറുതെയാണ്. ഒരു ഉത്തരവാദിത്വങ്ങളും ഇല്ലാതെ ജനിച്ചു, ഇനി അല്പം ജീവിച്ച് തിന്നും കുടിച്ചും രസിച്ചും കളിച്ചും ഒക്കെ അങ്ങനെ ജീവിതം അങ്ങ് തീർന്നു പോകണമെന്നാണ് അള്ളാഹു ചോദിക്കുന്നുണ്ട്. അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. അഫഹസിബ്തും, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അന്നമാ ഖലഖനാകും അബസാ, വെറുതെയാണ് നിങ്ങളെ സൃഷ്ടിച്ചത് എന്ന്, വെറുതെ നിങ്ങളാണ് സൃഷ്ടിച്ചു വിട്ടതാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, അല്ലാഹുവിലേക്ക് മടക്കപ്പെടുകയില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതം പടച്ചവൻ ഇങ്ങനെയൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ അള്ളാഹുവിന്റെ കൃത്യമായ ലക്ഷ്യമുണ്ട് എന്ന് നമ്മൾ മറന്നു പോകരുത്. ഈ ജീവിതത്തിന്റെ ഉത്തരവാദിത്തം എന്താണ്? പടച്ച തമ്പുരാൻ എന്നെ സൃഷ്ടിച്ചത് എന്തിനാണ്? ആ ചോദ്യത്തിന് നമ്മൾ ഉത്തരം കണ്ടെത്തണം. അള്ളാഹു പറയാണ്, വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാഅ വയുഖീമുസ്സലാഹ
വയുതു സകാ വദാലിക ദീനുൽ ഖയ്യിമ വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. പടച്ച തമ്പുരാനെ ആത്മാർത്ഥമായി നിഷ്കളങ്കമായി ആരാധനകൾ നിർവഹിക്കാൻ, റബ്ബിനെ ഇബാദത്ത് എടുക്കാൻ, അതാണ് ഒരു മനുഷ്യ സൃഷ്ടിപ്പിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യമെന്നത് നമ്മൾ ആരും മറന്നു പോകരുത്, വിസ്മരിച്ചു പോകരുത്. ഒരു കാര്യം, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാം, പടച്ച തമ്പുരാനെ ആരാധിക്കാം. അത് ഏതെങ്കിലും ഒരു കാലത്ത് മാത്രമാണോ? ഏതെങ്കിലും ഒരു സീസണിൽ മാത്രമാണോ? അല്ലെങ്കിൽ ഒരു ആവേശം കിട്ടുമ്പോൾ മാത്രമാണോ? അല്ല. എനിക്കൊരു ആവേശമുള്ളത് ഇപ്പോഴാണ്, അതുകൊണ്ട് ഞാൻ ഇപ്പൊ നിസ്കരിക്കണ്ട് എന്നാണ്. അങ്ങനെയൊന്നുമല്ല. അല്ലെങ്കിൽ തണുപ്പ് കാലം കഴിയട്ടെ, മഴക്കാലം കഴിയട്ടെ, ഇങ്ങനെയാണോ? ഒന്നുമല്ല. പിന്നെയോ വഅ്ബുദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. മരണം പിടികൂടുന്നത് വരെയാണ്, മരിക്കുന്നത് വരെ എന്നാണ്. നിങ്ങൾ കണ്ടില്ലേ, വയനാട് ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് സന്നദ്ധ സേനകളായി അവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നവർ നമസ്കാരത്തിന്റെ സമയമായപ്പോൾ ആ മണ്ണിൽ ഒരു മൂലയിൽ നിന്ന് അവർ എങ്ങോട്ട് തിരിയണമെന്ന് കൃത്യമായി കണക്കുകൂട്ടി അവർ നമസ്കരിക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നപ്പോൾ അവിടെ പോലും പരിഹാസത്തിന്റെ ചിരിയുമായി വന്ന വലിയ ബുദ്ധിജീവികളും യുക്തിവാദികളും എന്ന് പറയുന്ന ആളുകൾ പറഞ്ഞ വാചകങ്ങളുണ്ട്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മരണം അത് പിടികൂടുന്നതുവരെ, ഈ ദുനിയാവിൽ നിന്ന് യാത്രയാകുന്നതുവരെ അല്ലാഹുവിനെ അവൻ ആരാധിച്ചുകൊണ്ടേയിരിക്കണം. അത് എപ്പോഴെങ്കിലും ചെയ്താൽ പോരാ. അതുകൊണ്ടാണ് ആളുകൾ അത് ചെയ്യാൻ തയ്യാറായി. നമ്മുടെ ജീവിതത്തിൽ നമ്മളത് ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. ഹസനുൽ ബസരി റഹ്മഹുല്ലാ പറയുന്നുണ്ട്, മരണമാണ് നമ്മുടെ ഇബാദത്തിന്റെ അവധി എന്നാണ്. അതുവരെ പിന്നെ അമലുകൾക്ക് അവസരമില്ലല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആളുകൾ മരണം ഇങ്ങനെ തൊണ്ടക്കൊടിയിലെത്തുന്ന സമയത്ത് ചോദിക്കുന്ന ഒരു വാചകം എന്താണ്? അള്ളാഹുവിനോട് കേളു പറയുന്നത് എന്താണ്? റബ്ബിർജിഊൻ, ഒന്ന് മടക്കി തരുമോ? ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്ത്, ചെയ്യാതെ പോയ ഒരുപാട് നന്മകളുണ്ട് റബ്ബേ, അതൊന്ന് ചെയ്യാനാണ്. മറ്റൊരായത്തിൽ പറയുന്നത് ഇലാ അജലിൻ ഖരീബ്, അല്പസമയത്തേക്കൊന്ന് മടക്കി തരുമോ റബ്ബേ. കുറെ കാലം ആരും ചോദിച്ചിട്ടില്ല. മരണം കാണുമ്പോൾ മരണത്തിന്റെ മാലാഖ വന്നിരിക്കുന്നത് അവന്റെ കണ്ണുകൾക്ക് പടച്ചോൻ ആ സമയത്ത് ആ ശക്തി കൊടുക്കുന്നതാണ്. ആ മലക്കുകളെ കാണാൻ, തന്റെ റൂഹിനെ പിടിക്കാൻ വന്ന മലക്കുകളെ കാണും. ആ സമയത്ത് അവന് ബോധ്യപ്പെടും സ്വർഗണ്ടോ നരകണ്ടോ. ആർത്തു വിളിക്കും, പടച്ചോനെ ഇലാ അജലിൻ ഖരീബ്, അല്പസമയത്തേക്കൊന്ന് പിന്തിപ്പിക്കുമോ എന്നാണ്. അല്പസമയം, കുറച്ചൊന്ന് തന്നാ മതി എന്നാണ്. എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ ആഗ്രഹം കൊണ്ടാണ്. പടച്ചോന്റെ മറുപടി ഉണ്ട്, കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖ്. എടോ, ആവശ്യത്തിന് സമയം നിനക്ക് കിട്ടി, ആ സമയത്ത് നീ ചിന്തിച്ചില്ല എന്ന്. പ്രിയപ്പെട്ടവർ, ആ സമയം നല്ലതാ, ഈ ജീവനുള്ള സമയമാണ്. ഈ മരണം തൊണ്ടക്കുടിയിൽ എത്തുന്നതിന് അപ്പുറത്തേക്കുള്ള ജീവിതത്തെ കുറിച്ചൊന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എവിടെയൊക്കെയാണ് കുറവുള്ളത്, എവിടെയൊക്കെയാണ് പോരായ്മകൾ ഉള്ളത് എന്ന് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാകും. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു സംഭവമുണ്ട്. ഒരു ഖബറിന്റെ അടുത്ത് കൂടെ പോകുമ്പോൾ പറഞ്ഞൊരു വാചകമുണ്ട്. ആ ഖബറാളി അവൻ ആലോചിക്കണം എന്തായാലും, ഒരു 2 റക്അത്ത് നിസ്കരിക്കാൻ ഒരു ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ എന്നാണ്. മരിക്കണ സമയത്ത് ഇങ്ങനത്തെ കുറെ ആഗ്രഹങ്ങൾ വരും, അതിന് മുന്നത് തീർക്കണം. അല്ലാതെ നിസ്കരിക്കുന്നവനെയും ദീനനുസരിച്ച് മുന്നോട്ട് പോകുന്നവനെ ഇങ്ങനെ നോക്കിയിട്ട് അവനൊക്കെ ഒരു വിവരമില്ലാത്ത ആളാണ് അല്ലെ, അവന് ദീനായിട്ട് ഇങ്ങനെ നടക്കുകയാണ്, മറ്റൊന്നുമില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഈ ജീവിതം അവസാനിക്കുമ്പോൾ അവൻ പുഞ്ചിരിക്കും. പരിഹസിച്ചവരും തിരിഞ്ഞു നടന്നവരും അവിടെ നിന്ന് ആർത്തട്ടഹസിക്കും. ആരും ഒരു സഹായമായിട്ട് വരൂല ആ സന്ദർഭത്തിലെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് മരണം വരെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് മുന്നോട്ട് പോവുക. എപ്പോൾ യാത്രയാകേണ്ടി വന്നാലും ആ യാത്ര സഫലമാകണമെന്ന് ആഗ്രഹിക്കുക. അതിന് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനം, പ്രിയപ്പെട്ടവരെ, വിശ്വാസം. അതിൽ അബദ്ധങ്ങൾ കടന്നുകൂടാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. വിശ്വാസത്തിൽ തെറ്റുപറ്റിയാൽ പിന്നെ നമ്മൾ ചെയ്യുന്ന ഒന്നിനും ഒരു കാര്യമില്ല എന്നുള്ളതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് തെറ്റിപ്പോയാൽ, യഥാർത്ഥമായ അള്ളാഹുവിനെ കുറിച്ച് വിശ്വസിക്കേണ്ട കാര്യങ്ങളിൽ അതിൽ അബദ്ധം സംഭവിച്ചാൽ, കുഫർ കടന്നുകൂടിയാൽ, നാം ചെയ്യുന്ന അമലുകളൊക്കെ ബാത്തിലാണ്. ശിർക്ക് സംഭവിച്ചാൽ ബാത്തിലാണ്, നിഫാഖ് സംഭവിച്ചാൽ ബാത്തിലാണ്, നഷ്ടമാണ്. ഈ ചെയ്യുന്നതെല്ലാം നഷ്ടമാണ്. അതുകൊണ്ട് വിശ്വാസം അത് പരമപ്രധാനമാണ്. ഒരിക്കലും ആ രംഗത്ത് വിട്ടുവീഴ്ചക്ക് നിൽക്കരുത്. എന്റെ റബ്ബിലുള്ള എന്റെ വിശ്വാസം തകർത്തെറിഞ്ഞ് എനിക്കൊന്നും വേണ്ട എന്ന് തീരുമാനിക്കാൻ കഴിയണം.
ശിർക്കൊന്നും സംഭവിക്കാതെ എനിക്ക് ജീവിച്ചു മരിക്കണം എന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിയണം. അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, എന്തിനാണ് ഈ നിസ്കാരം, എന്തിനാണ് ഈ ജുമുഅ എന്ന ചോദ്യം നമ്മൾ ചോദിക്കണം. വിശ്വാസം ശരിയാകാത്ത ഒരു പ്രവർത്തനവും നാളെ പരലോകത്തേക്ക് ഉപകരിക്കില്ല എന്ന ബോധമുണ്ടാകണം. അതോടൊപ്പം തന്നെ വിശുദ്ധ ഖുർആൻ അത് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായി മാറണം. വിശുദ്ധ ഖുർആൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സൂറത്തുൽ കഹ്ഫ് ഒരു ജുമാ ദിവസം നമ്മളത് പാരായണം ചെയ്താൽ 2 ജുമാകൾക്കിടയിൽ നിങ്ങൾക്കൊരു പ്രകാശമുണ്ട് എന്നാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എത്ര പേർക്ക് ഓതാൻ സാധിച്ചു? ഞാൻ ആരെയും കുറ്റപ്പെടുത്താനൊന്നുമല്ല, ഖുർആനുമായുള്ള നമ്മുടെ ആത്മബന്ധത്തിന്റെ ആഴമറിയാനാണ്. സ്വന്തത്തോട് ചോദിക്കൂ, ആ സൂറത്തുൽ കഹ്ഫ് ഇല്ലെങ്കിൽ ഇന്ന് മഗ്‌രിബിന് മുന്നേ അത് ഓതി തീർക്കാൻ നമുക്ക് കഴിയണം, സാധിക്കണം. പ്രിയപ്പെട്ടവരെ, ഉറങ്ങുന്ന സമയത്ത് ചൊല്ലാൻ കുറച്ച് സൂറത്തുകളും ആയത്തുകളും പറഞ്ഞു തന്നിട്ടില്ലേ? ഇന്നലെ കിടന്നുറങ്ങിയില്ലേ? അള്ളാഹു അനുഗ്രഹിച്ചത് കൊണ്ട് രാവിലെ എഴുന്നേറ്റ് പോരാൻ കഴിഞ്ഞില്ലേ? ഓതിയിരുന്നോ എന്ന് ആലോചിക്കണം. നമസ്കാരം കഴിഞ്ഞ് ചില സൂറത്തുകൾ പാരായണം ചെയ്യാൻ പറഞ്ഞിട്ടില്ലേ? ഓതിയിട്ടുണ്ടോ, ഓതാറുണ്ടോ എന്ന് ആലോചിക്കണം. ഈ ഖുർആൻ മുറുകെ പിടിക്കാതെ എങ്ങനെയാണ് നമുക്ക് വിജയം നേടാൻ കഴിയുക? അതുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരായ മാർഗം പഠിപ്പിക്കാൻ നമുക്ക് തന്നതാണത്. അതുകൊണ്ട് അതെങ്ങനെയാണ് നമുക്ക് ഉപകരിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യമുണ്ട്, മൻ അല്ലമ ആയതൻ മിൻ കിതാബില്ലാഹി അസ്സ വജല്ല, ആരെങ്കിലും വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരായത്ത് ആർക്കെങ്കിലും പഠിപ്പിച്ചു കൊടുത്താൽ കാന ലഹു സവാബുഹാ മാ തുലിയത്, അത് എത്ര കാലം ആ മനുഷ്യൻ ഓതുന്നുണ്ടോ അത്ര കാലം അത് പഠിപ്പിച്ചു കൊടുത്തോന് കൂലിണ്ട് എന്നാണ്. അതുകൊണ്ട് കുടുംബത്തിൽ സംവിധാനങ്ങൾ ഉണ്ടാകണം. നാം ജീവിക്കുന്ന ഇടങ്ങളിൽ വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടാകണം. അവിടെ നമ്മളും കുടുംബത്തോടൊപ്പം ഉണ്ടാകണം. ആലോചിക്കുക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യം, വൽ ഖുർആൻ ഹുജ്ജത്തുൽ ലക് ഔ അലൈക്, ഖുർആൻ നിനക്ക് വേണ്ടി അല്ലാഹുവിന്റെ സാക്ഷി പറയുമോ അതല്ല നിനക്കെതിരെ സാക്ഷി പറയുമോ? ഖുർആൻ ഇന്ന് മരണപ്പെട്ടാൽ നാളെ പരലോകത്ത് ഖുർആൻ എനിക്ക് വേണ്ടി, ഖുർആനിന്റെ ആളായിരുന്നു അവനെന്ന് പറയുമോ? ആ ഖുർആൻ നമുക്ക് വേണ്ടി പറയുമോ? സൂറത്തുൽ മുൽക്കിനെ പറ്റി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാചകമുണ്ട്, ഒരു 30 ആയത്തുള്ളൊരു സൂറത്താണ്. അതിന്റെ ആളുകൾക്ക് വേണ്ടി അള്ളാഹുവിനോട് തർക്കിക്കുന്നതാണ്. പടച്ചോനെ, അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കണമെന്ന്, അവൻ എന്നെ പാരായണം ചെയ്തവനാണെന്ന് പറഞ്ഞ് നമുക്ക് വേണ്ടി വാദിച്ചു നിൽക്കും സൂറത്തുൽ മുൽക്ക് എന്നാണ്. ചൊല്ലിയോ പ്രിയപ്പെട്ടവരെ? ചൊല്ലാറുണ്ടോ പ്രിയപ്പെട്ടവരെ? ആലോചിക്കണം. ഈ ഖുർആനുമായുള്ള ബന്ധം തകർന്നു പോയാൽ ആ ഖുർആൻ നാളെ നമുക്കെതിരെ നിൽക്കുന്ന രംഗമുണ്ട്, അനുകൂലമായി നിൽക്കുന്ന രംഗവുമുണ്ട്. എവിടെയായിരിക്കും നമ്മൾ ഉള്ളത് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട ഒരു സന്ദർഭമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു വാചകം നോക്കൂ നിങ്ങൾ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് ഇങ്ങനെ പറയാണ്, അബ്ശിറൂ അബ്ശിറൂ, നിങ്ങൾ സന്തോഷിക്കൂ എന്ന് പറഞ്ഞു സ്വഹാബത്തിനോട്. നിങ്ങൾ സന്തോഷിക്കുവീൻ, നിങ്ങൾ സന്തോഷിക്കുവീൻ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് പറയാണ്. എന്നിട്ടോ, അലൈസ തശ്ഹദൂന അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്നി റസൂലുള്ളാഹ്, ഞാൻ റസൂലാണെന്ന്, അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹനെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? നിങ്ങൾ സാക്ഷികളല്ലേ അതിന് എന്നാണ്. അവര് പറഞ്ഞു, നബിയെ, ഞങ്ങൾ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. അള്ളാഹുവാണ് ഇലാഹ്, അങ്ങ് ഞങ്ങളിലേക്കുള്ള പ്രവാചകനാണ്, ഞങ്ങൾക്ക് യാതൊരുവിധ സംശയമില്ലാണ്. അപ്പൊ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്ന ഹാദൽ ഖുർആൻ സബബുൻ തറഫുഹു ബിയദില്ലാഹ് വതറഫുഹു ബിഐദീകും ഫതമസ്സകൂ ബിഹി ഫഇന്നകും ലൻ തളില്ലൂ വലൻ തഹ്ലികൂ ബഅദഹു അബദാ. ഈ ഖുർആനിലെ അതിന്റെ ഒരറ്റം അള്ളാഹുവിന്റെ കൈകളിലാണ്, അതിന്റെ മറ്റേ അറ്റം നിങ്ങളാണ് മുറുകെ പിടിക്കേണ്ടത്. ഫതമസ്സകൂ, മുറുകെ പിടിക്കൂ എന്നാണ്. പഠിക്കൂ സമൂഹമേ എന്ന്, പാരായണം ചെയ്യൂ സമൂഹമേ എന്ന്, മനപ്പാഠമാക്കൂ എന്ന്, ജീവിതത്തിൽ പകർത്തൂ എന്ന്, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ, പഠിപ്പിച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കൂ എന്ന് ഖുർആനിനോട് നാം നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങളാണ്. അങ്ങനെ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ലൻ തദുല്ലൂ വലൻ തഹ്ലികൂ ബഅദഹു അബദാ, നിങ്ങളെ വഴി പിഴപ്പിക്കാൻ ഒരാൾക്കും കഴിയില്ല, നിങ്ങൾക്ക് സ്വർഗ്ഗത്തിലെത്താൻ കഴിയുമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെ ഓർമ്മപ്പെടുത്തിയത്. പ്രിയപ്പെട്ടവരെ, ആ വിശുദ്ധ ഖുർആൻ നമ്മുടെ കൈകളിലുണ്ട്. അത് മലയാളത്തിൽ കിട്ടാൻ നമ്മുടെ കൈകളിൽ സംവിധാനങ്ങളുണ്ട്. നാം കൊണ്ടു നടക്കുന്ന മൊബൈൽ ഫോണുകളിൽ മലയാളത്തിൽ വിശുദ്ധ ഖുർആനിന്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. യൂട്യൂബിൽ എത്ര ക്ലാസ്സുകളുണ്ട്. പീസ് റേഡിയോ രാവിലെയും മറ്റു സമയങ്ങളിലും തുറന്നാൽ വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന എത്ര സംവിധാനങ്ങളുണ്ട്. ഞാൻ അവിടെയുണ്ട്, എന്റെ കുടുംബം അവിടെയുണ്ടോ? ആ ചോദ്യം പ്രസക്തമാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്
പടച്ചോൻ വെറുതെ നമ്മളെ ശ്രദ്ധിച്ചതല്ല, ഒരു ഉത്തരവാദിത്തം തന്നാണ് പടച്ചോനെ ഇബാദത്ത് എടുക്കാൻ. അതിനുള്ള ഏറ്റവും നല്ല മാർഗം വിശുദ്ധ ഖുർആൻ, അതിന്റെ വക്താക്കളായി നമ്മൾ ഓരോരുത്തരും മാറുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ രംഗത്ത് ശക്തമായ ആലോചനകൾ ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട വഴികളിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും പാലിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഇഷ്ടം അത് നേടുന്നവർക്കാണ് നാളെ പരലോകത്ത് രക്ഷയുള്ളത്, സുരക്ഷിതത്വമുള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനു വേണ്ടിയുള്ള ഒരു പ്രയാണത്തിൽ എത്രത്തോളം നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട് എന്ന ചോദ്യമാണ് നമ്മളോട് ഓരോരുത്തരും ചോദിക്കേണ്ടത് എന്നാണ് സൂചിപ്പിച്ചത്. വിശുദ്ധ ഖുർആൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ന് ഓർമ്മപ്പെടുത്തിയതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം, ഇഷ്ടം. അത് നമ്മുടെ ജീവിതത്തിൽ സജീവമായി നിലനിർത്തുക എന്നത്. വാചകങ്ങൾ കൊണ്ട് എനിക്കെന്റെ നബിയെ ഇഷ്ടമാണ് എന്ന് പറയുന്നത് കൊണ്ടല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാം സ്നേഹിച്ചു എന്ന് പറയാം. പിന്നെയോ ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ ഫോളോ ചെയ്യാം, നിങ്ങൾ എന്നെ പിന്തുടരണമെന്നാണ്. നമുക്കങ്ങനെ സാധിക്കാറുണ്ടോ എന്ന് ആലോചിക്കാം. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം ഇഷ്ടത്തിന് തോന്നിയപ്പോൾ പറഞ്ഞതല്ല, മറിച്ച് അള്ളാഹുവിൽ നിന്നുള്ള വഹയാണ്. അള്ളാഹുവിന്റെ നിർദ്ദേശമേ ദീനായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയൂ. അതാണല്ലേ നമ്മൾ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് ചൊല്ലിയത്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചൊരു ദീനാണിത്. ഒരു സംശയവും വേണ്ട, ഞാനത് സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന അവസ്ഥയിലേക്ക് നമ്മുടെ വിശ്വാസമെത്തണം, നമ്മുടെ നിലപാടുകൾ അങ്ങോട്ട് എത്തുകയും വേണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത്തിഉല്ലാഹ് വ അത്തിഉർ റസൂൽ, അത്തിഉല്ലാഹ വർ റസൂൽ, അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ, അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് രംഗത്ത് നമുക്കത് കാണാൻ കഴിയും. അപ്പൊ അത് നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ കർമ്മങ്ങളിൽ, നമ്മുടെ ഓരോ ഫാഷനും മറ്റു സംഗതികളൊക്കെ വരുന്ന സമയത്ത് ഇതെന്റെ സ്രഷ്ടാവ് പടച്ചോന് ഇഷ്ടാവോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നിർദ്ദേശങ്ങൾക്ക് എതിരാണോ, അങ്ങനെയാണെങ്കിൽ ഞാനത് ചെയ്യരുത് എന്ന് ചിന്തിക്കാനുള്ള ഒരു വിവേക ബുദ്ധി നമ്മൾ ഓരോരുത്തരും കാണിക്കണം. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ അടുത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അയാൾക്ക് ഇഷ്ടമില്ലാത്ത രൂപത്തിൽ നമ്മൾ ചെല്ലാറുണ്ട്? ഇല്ലല്ലോ. നമുക്ക് ഈ ദുനിയാവിൽ നമ്മൾ കാണുന്ന നമ്മുടെ വ്യക്തിബന്ധമോ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ഒരാൾ നമ്മൾ ഏറെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു, അയാൾക്ക് ഒരിക്കലും ഇഷ്ടമല്ലാത്തൊരു കാര്യമുണ്ട്. ആ ഇഷ്ടമല്ലാത്ത കാര്യം നമ്മൾ അയാളുടെ മുമ്പിൽ ചെല്ലും? ഇല്ലല്ലോ. അതെന്തുകൊണ്ടാണ്? അയാളുടെ ഇഷ്ടം അങ്ങനെയാണ്. എന്നാൽ ഈ ദുനിയാവിൽ സൃഷ്ടികളിൽ വെച്ച് നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടേണ്ടത് ആരെയാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി ജീവിക്കുക എന്ന് പറയുന്നത് അത് എത്രമേൽ അബദ്ധമാണ്, എത്ര നഷ്ടമാണ് അതുകൊണ്ട് ഉണ്ടാക്കുന്നത്, എത്ര അപകടമാണ് ആ ജീവിതം കൊണ്ട് കിട്ടുക. അത് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് സ്വീകരിക്കേണ്ടതെല്ലാം സ്വീകരിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. അതേ കൂട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ ഫഇന്ന കുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു കാര്യം അത് ദീനായി നമ്മൾ അംഗീകരിക്കാം. ദീനിന്റെ ഇന്ന കാര്യത്തിന് ഇത്ര കൂലി കിട്ടും എന്നൊരാൾ വന്ന് പറഞ്ഞാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് തന്നെയാണോ എന്നൊന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയണം. പുത്തൻ ആചാരങ്ങളും ബിദ്അത്തുകളും ഒക്കെ ജീവിതത്തിൽ കടന്നു വന്നാൽ നഷ്ടപ്പെടുന്നത് ദുനിയാവ് മാത്രമല്ല, പരലോകമാണ്. ഹൗദുൽ കൗസറിൽ നിന്നൊരു തുള്ളി വെള്ളം കിട്ടാൻ കൊതിച്ചെത്തുന്നവരോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് പറയേണ്ടതാണ്, ഹൗദുൽ കൗസറിൽ നിന്ന് പരലോകത്ത് ഓരോ നബിമാരും അവർക്കുള്ള ഹൗദിന്ന് വെള്ളം കൊടുക്കുന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഉമ്മത്തിന് ഏറ്റവും കൂടുതലുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തായിരിക്കും. അവരിങ്ങനെ വരും, കുറച്ച് ആൾക്കാരെ തടയുന്നതാണ്. ആ സമയത്ത് കാരുണ്യത്തിന്റെ പ്രവാചകൻ വിളിച്ചു പറയുന്ന ഒരു വാക്കുണ്ട്, ഉമ്മത്തി ഉമ്മത്തി
അതെന്റെ ഉമ്മത്താണ്, അതെന്റെ സമുദായമാണ്, ഞാൻ അവർക്ക് ഇതൊന്ന് കൊടുക്കട്ടെ. ആ സമയത്താണ് അവിടുന്ന് പറഞ്ഞു കൊടുക്കണേ, നബിയെ അങ്ങ് വഫാത്തായതിനു ശേഷം എന്തെല്ലാം വലിയ കാര്യങ്ങളാണ് ഈ ദീനിൽ അവർ കടത്തിക്കൂട്ടിയതെന്ന് പറയും, അതുകൊണ്ട് അവർക്ക് കൊടുക്കണ്ടെന്ന്. ആ സമയത്ത് റസൂൽ പറഞ്ഞൊരു വാചകമുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, സുഹ്കൻ സുഹ്കാന, വിദൂരം പോട്ടെ എന്നാണ്, ദൂരെ പോട്ടെ പറഞ്ഞ് ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും ശരിയായ ദീൻ അതാണ് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക. ഖുർആനിന്റെയും സുന്നത്തിന്റെയും അതായത് ഹദീസുകളുടെയും വക്താക്കളായി നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്, നമ്മുടെ നാടുകളിൽ നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദീൻ പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംവിധാനം മദ്രസ സിസ്റ്റമാണ്. നമ്മുടെ നാടുകളിലൊക്കെ ഒരുപാട് മദ്രസകൾ സജീവമായി മുന്നോട്ട് പോകുന്നുണ്ട്. മദ്രസ വിദ്യാഭ്യാസം ഒരു നിലക്കല്ലെങ്കിൽ ഒരു നിലക്ക് കൊടുക്കാനുള്ള ഒരു സൗകര്യം നമ്മളൊക്കെ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടാകുമെന്നാണ് നമ്മൾ ഉറപ്പുവരുത്തേണ്ടത്. എല്ലാ ദിവസവും മദ്രസയിൽ എത്താൻ കഴിയാത്ത കുട്ടികൾക്ക് ഓൺലൈൻ മദ്രസ സംവിധാനങ്ങൾ ഇന്നുണ്ട്, സൺഡേ മദ്രസ സിസ്റ്റങ്ങളുണ്ട്, ഹോളിഡേ മദ്രസകളൊക്കെ ഉണ്ടല്ലോ. അവിടെയൊക്കെ മക്കൾ ഉണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ്. എന്തിനെന്ന് ചോദിച്ചാൽ അവരെ കൊണ്ട് നമുക്ക് ഈ ദുനിയാവിലും പരലോകത്തേക്കും കിട്ടാനുള്ള, ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചാലും കിട്ടേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അത് ഈ ഒരു സന്ദർഭത്തിലെ ഈ പുരോഗമനും മറ്റ് സംഗതികളൊക്കെ കേൾക്കുമ്പോൾ മദ്രസ ഒന്നും വേണ്ട എന്നൊക്കെ ചിന്തിക്കുന്ന ചില ആളുകളുണ്ടാവും. അവരൊക്കെ അനുഭവിക്കുന്ന ചില ഘട്ടങ്ങൾ വരും. അതുകൊണ്ട് ശ്രദ്ധ അനിവാര്യമാണ് മക്കളുടെ മതപഠനത്തിന്റെ വിഷയത്തിൽ. അപ്പോൾ മതപഠന രംഗത്ത് കുറേ കാലമായി സേവനം ചെയ്യുന്ന നമ്മുടെ അധ്യാപകർ, അവർക്ക് കിട്ടുന്ന ഒരു മാസത്തെ വരുമാനം എന്ന് പറയുന്നത് അത്രയും തുച്ഛമാണ്. തുച്ഛം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശമ്പളം എത്ര കിട്ടുന്നുണ്ട് എന്ന് നിങ്ങളൊക്കെ നിങ്ങളെ മദ്രസയിൽ പോയി ഒന്ന് അന്വേഷിച്ചാൽ മതി. 20 കൊല്ലമൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കും ഇപ്പോഴും ഒരു 5000 6000 ഒക്കെ ശമ്പളത്തിന് അവർ ജോലി ചെയ്യുന്നുണ്ട്. അത് സത്യത്തിൽ അവർ ചെയ്യുന്നത് ഒരു സേവനമാണ് എന്ന് നമ്മൾ പറയേണ്ടിയിരുന്നു. ശമ്പളം നമുക്ക് പറയാൻ പറ്റും, ഒരു യാഥാർത്ഥ്യമാണ്. അവർക്കും വീടില്ലേ, അവർക്ക് കുടുംബങ്ങളില്ലേ, മക്കളില്ലേ. ഒരു കുട്ടീനെ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കണമെങ്കിലുള്ള ചെലവ് എത്രയാണ്? വീട്ടിൽ തന്റെ പ്രിയപ്പെട്ട ഒരു മകൾ വളർന്നു വലുതാകുമ്പോൾ ഒരു ഉപ്പയുടെ മനസ്സിലുയരുന്ന നെരിപ്പോടെ എത്രയാണ്? ആർക്കാണ് ഇതൊക്കെ അറിയാത്തത്? അപ്പൊ നമ്മളെപ്പോലെ, എന്നാൽ അവരാരോടും കൈനീട്ടുകയോ ചോദിക്കുകയോ ഒന്നും ചെയ്യുന്നുണ്ടാവില്ല. അവർ അഭിമാനത്തോടു കൂടെ അങ്ങനെ പോവുകയായിരിക്കും. വേദനകളും നൊമ്പരങ്ങളൊക്കെ ഉള്ളിലൊതുക്കി. വീടുകളില്ലാത്ത എത്ര അധ്യാപകർ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്ന് നമുക്കറിയാം. പലരും കൂട്ടുകുടുംബത്തിൽ നിന്ന് സ്വന്തം ഒരു വീട്ടിലേക്ക് മാറാൻ കഴിയാത്തവരാണ്. അതുകൊണ്ട് നമ്മൾ ഒരു ടീച്ചേഴ്സ് കെയർ എന്ന് പറയുന്ന ഒരു പദ്ധതി നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം മദ്രസയിലെ അധ്യാപകർക്ക് വേണ്ടി. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ തന്നെ വന്ന അപേക്ഷകൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഭൂരിഭാഗം അപേക്ഷയും വീട് നിർമ്മാണത്തിന് സഹായിക്കണം എന്ന് പറഞ്ഞിട്ടാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെ അത്ര ഒരു സാലറിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ആൾക്ക് സംബന്ധിച്ചിട്ട് വീട് എന്നുള്ളത് ഒരു വലിയ പ്രതിസന്ധിയാണ്, സത്യമാണ്. അതുകൊണ്ട് അതിലേക്കുള്ള ഒരു ഫണ്ട് സമാഹരണ ദിനമാണ്. അതിൽ പ്രത്യേകിച്ച് ഭവന നിർമ്മാണമുണ്ട്, ചികിത്സാ സഹായമുണ്ട്. ഈ ക്യാൻസറോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ രോഗങ്ങളൊക്കെ ഇത്തരം കുടുംബങ്ങളിൽ വന്നു പെട്ടാൽ, കിഡ്നി ഫെയിലിയർ ആയാൽ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, മുന്നോട്ട് പോകാൻ വലിയ പ്രതിസന്ധി അവരെ മുമ്പിലുണ്ടാവും. അത് അവരനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. മാത്രമല്ല അവരുടെ മക്കൾക്കൊരു പ്രോത്സാഹനം മറ്റും കൊടുക്കാൻ, അപ്പൊ അതിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന മക്കളുണ്ടെങ്കിൽ അവർക്ക് എൻട്രൻസ് കോച്ചിങ് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ, അതുപോലെ തന്നെ ദീർഘകാലം മദ്രസയിൽ പഠിപ്പിച്ച് വയ്യ, എന്നാൽ മദ്രസയിൽ പോയിട്ടില്ലെങ്കിൽ അവർക്ക് ജീവിതം മുന്നോട്ടുകൊണ്ടുപോകാനും കഴിയില്ല, അവർക്കൊരു പെൻഷൻ സിസ്റ്റം, ഇങ്ങനത്തെ ചില കാര്യങ്ങൾ ഈ ഒരു വിസ്ഡം ടീച്ചേഴ്സ് കെയർ എന്ന പേരിൽ ഒരു പദ്ധതി നമ്മൾ നടപ്പിൽ വരുത്തിയിട്ടുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് കേരളത്തിലെ മുഴുവൻ ഇടങ്ങളിലും അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ട് സ്വരൂപിക്കുന്ന ദിനമായിട്ട് നമ്മൾ തെരഞ്ഞെടുത്തതാണ്. നിങ്ങൾ ഓരോരുത്തരും മനസ്സറിഞ്ഞ് എന്തെങ്കിലും നൽകണം. നേരത്തെ ഒരു ആയത്ത് പറഞ്ഞില്ലേ, ഒരു ഖുർആൻ ഒരു ആയത്ത് ഒരാൾ പഠിപ്പിച്ചു കൊടുത്താൽ ആ ആയത്ത് എത്ര കാലം ആ കുട്ടി ഓതണോ അതിന്റെ കൂലുണ്ട് എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ നൽകുന്ന ആ ഒരു പണം ദീൻ പഠിപ്പിക്കുന്നവർക്ക് കൊടുക്കണം. നിങ്ങൾ കൊടുക്കുന്ന ആൾക്കാർ ദീൻ പഠിപ്പിക്കുന്ന ആൾക്കാർക്കാണ്. അത്രയും പുണ്യം കിട്ടുന്ന ഒരു കാര്യമാണ് എന്ന് നമ്മൾ ഓർത്തുകൊണ്ട് ഒരു നല്ല വിഹിതം നിങ്ങളുടേത് നിങ്ങൾ ഓരോരുത്തരും നൽകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതെന്തിനെന്ന് ചോദിച്ചാൽ, ഇപ്പൊ നമ്മൾ കുറച്ചാൾക്കാർ കൊടുത്തിട്ടില്ലെങ്കിലും അവർക്ക് എന്തെങ്കിലും കിട്ടില്ല വെച്ചാൽ പലരും കിട്ടും, അവരതിന്റെ പുണ്യങ്ങളുമായി മുന്നോട്ട് പോകും. നമുക്ക് ചെയ്യാൻ പറ്റേണ്ട ഒരു സമയത്ത് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ അതിന്റെ ഒരു നഷ്ടമാണ് നമുക്ക് ഉണ്ടാവുക എന്ന് തിരിച്ചറിയാം. ഇവിടെ QR കോഡും സൗകര്യമൊക്കെ ഉണ്ട്. ഇനി അതല്ലാത്തവർ അവിടെ ബക്കറ്റും സൗകര്യങ്ങളുണ്ട്. സ്ത്രീകളുടെ ഭാഗത്തും പുരുഷന്മാരുടെ ഭാഗത്തൊക്കെ സൗകര്യം ചെയ്തിട്ടുണ്ട്. എല്ലാവരും
എന്തെങ്കിലും ഒരു വിഹിതം നിർബന്ധമായും നൽകണം എന്ന് അങ്ങനത്തെ ഒരു അഭ്യർത്ഥനയായി നമ്മളോട് അറിയിക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഇരട്ടിയായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവേ, അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ റഹ്മാൻ. അല്ലാഹുവേ, വ്യത്യസ്തമായ ദുരന്തങ്ങളിൽപ്പെട്ട് വല്ലാതെ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് നാഥ ക്ഷമിക്കാൻ സഹിക്കാനുള്ള ഒരു തൗഫീഖ് നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. അവർക്ക് അർഹമായ പുണ്യം നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, പ്രകൃതി ദുരന്തങ്ങളിലും മറ്റുമൊക്കെ പെട്ടുപോയ വിശ്വാസി സമൂഹത്തിന് നാഥ നീ ശുഹദാക്കളുടെ പുണ്യം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, രോഗം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ദാരിദ്ര്യം കൊണ്ട്, കടം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവർ. അല്ലാഹുവേ, അവർക്കൊക്കെ നീ ആശ്വാസം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ശിഫ പ്രദാനം ചെയ്യണം തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കൾ പലരും രോഗികളാണ് നാഥ. അവരുടെ രോഗങ്ങളെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നവൻ നീയാണ്. എത്രയും പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ ചിലരെങ്കിലും നിന്നിലേക്ക് യാത്ര പോയതാണ് നാഥ. അവരുടെ ഖബറുകൾ നീ വിശാലമാക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, മഗ്ഫിറത്തും മർഹമത്തും നൽകി നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിക്കാൻ ഞങ്ങൾക്കും അവർക്കും നീ തൗഫീഖ് നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ, ദീനനുസരിച്ച് ജീവിക്കാൻ, ദീനിനു വേണ്ടി ആത്മാർത്ഥമായി പണിയെടുക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ റഹ്മാനെ. ഞങ്ങൾ നിർവഹിക്കുന്ന പ്രവർത്തനങ്ങൾ ഞങ്ങൾ നിന്ന് സ്വീകരിക്കണമേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.